ഈ വീഡിയോയിൽ ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ കുച്ചിന എന്ന് പറയുന്നത് നമ്മൾ 3 വർഷം ഉപയോഗിച്ച ഈ അടുപ്പിൻ്റെ എന്താ പറയുക നമ്മുടെ കുറച്ച് അനുഭവങ്ങൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചിമ്മിനിയും കുച്ചിന ഡിസയർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി തന്നെയാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ വർക്കിംഗ് ഒന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് ഇന്ന് വരെ ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ ആളെ വിളിക്കേണ്ടതോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് ആവശ്യങ്ങളോ ഒന്നും വേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. നമ്മളിതുപോലെ ടാറ്റ എടുത്തു കഴിഞ്ഞാൽ സെൻസർ ആയതുകൊണ്ട് തന്നെ ഓൺ ഓഫൊക്കെ ആവും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലീനിങ് ആണെങ്കിലും ഓട്ടോ ക്ലീനാണ് ഓൾറെഡി. അതുകൂടാതെ തന്നെ ഇതിൻ്റെ എണ്ണ കളക്ട് ചെയ്യുന്ന ആ ഭാഗമൊക്കെ നമുക്ക് തന്നെ എടുത്ത് ക്ലീൻ ചെയ്യാവുന്നതൊക്കെ ഉള്ളൂ. നല്ല എളുപ്പമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് സെൻസ് ചെയ്തിട്ടുള്ള ഓൺ ഓഫ് സ്വിച്ച് ഇതാണ്. പിന്നെ വരുന്നത് നല്ല പവറിൽ ഫാൻ കറങ്ങുന്ന സ്വിച്ചാണ്. പിന്നെ രണ്ടാമത് പവർ കുറഞ്ഞത്. പിന്നെ ഈ മൂന്നാമത്തെ ഭാഗം ഉണ്ടല്ലോ ടച്ച് ചെയ്യുന്നത്, അത് എന്താണെന്നുള്ളത് സത്യത്തിൽ ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. അന്ന് ശ്രദ്ധിച്ചായിരുന്നു, പിന്നെ അത് മറന്നുപോയി എന്താണെന്നുള്ളത്. പിന്നെ അടുത്തത് ലൈറ്റാണ്. പിന്നെ വരുന്നത് ലാസ്റ്റത്തെ ടച്ച് ചെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിമ്മിനിയിൽ നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് തന്നെ ഓൺ ഓഫ് ചെയ്യാനുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് നല്ല പവറുള്ള ഫാനും ഇടും, പിന്നെ ലൈറ്റും ഇടും. പിന്നെ ഇതിൻ്റെ ടച്ച് ഇതൊക്കെ ഓണായി തന്നെ കിടക്കും. പിന്നെ സെൻസർ ഉപയോഗിച്ചിട്ടാണ് ഓൺ ഓഫൊക്കെ ചെയ്യുന്നത്. അതുപോലെ പ്ലഗിൽ ഉള്ള സ്വിച്ചും ഓഫ് ചെയ്യും കേട്ടോ. പിന്നെ അടുപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് വന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബർണർ ഒരു 1.5 വർഷമൊക്കെ ആയപ്പോഴത്തേക്കും ചുരുങ്ങി വന്നിട്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വയ്ക്കണം. അങ്ങോട്ട് നീക്കിയൊക്കെ വച്ചാലാണ് അത് കത്തുള്ളൂ. അങ്ങനെ ഉള്ള കംപ്ലൈൻറ്റുകൾ വലിയ അടുപ്പിന് ആദ്യം വന്നു, പിന്നെ നടുക്കത്തെ അടുപ്പിന് വന്നു. ഈ അറ്റത്തിരിക്കുന്ന മീഡിയം സൈസുള്ള വലിപ്പം ഉണ്ടല്ലോ, അത് മാത്രമാണ് ഇപ്പോൾ കത്തുന്നതുള്ളൂ. ബാക്കിയെല്ലാം കംപ്ലൈൻ്റ് ആയിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഫ്രെയിം ഉണ്ടല്ലോ ഇരുമ്പിൻ്റെ, അതൊക്കെ നല്ല കാസ്റ്റിംഗ് അയണാണ്, ഒട്ടും തുരുമ്പ് പിടിക്കില്ല കേട്ടോ. അങ്ങനത്തെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, നമ്മുടെ വില കൂടിയ സാധനങ്ങൾ ഇപ്പോൾ വണ്ടി ആയാലും വീട് പണിയുന്നതായാലും ഒക്കെ നല്ല റേറ്റ് മുടക്കി നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ പാർട്സ് ആയാലും അതിൻ്റെ സർവീസ് ആയാലും അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ആണെങ്കിലും നല്ല ബുദ്ധിമുട്ടുണ്ടാവും കൊണ്ട് നടക്കാനായിട്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ സ്വിച്ചൊക്കെ ആണെങ്കിലും ഒട്ടും കളറൊന്നും പോയിട്ടില്ല, നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ അടുപ്പിൻ്റെ ഈ ഒരു ഭാഗം നമ്മുടെ കയ്യിൽ നിന്ന് മൺചട്ടി പൊട്ടിയിട്ട് ഇറ്റിട്ട് വീണിട്ട് അത് കത്തുലാണ്ടായതാണ് കേട്ടോ. അല്ലാതെ ഇതിനൊരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഈ അടുപ്പിൻ്റെ ഈ പുറത്തുള്ള ഭാഗം നന്നായിട്ട് കത്തുന്നുണ്ട്, ഒരു പ്രശ്നമില്ല കേട്ടോ. ബാക്കി ഈ നടുക്കത്തെ അടുപ്പ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചേക്കുന്ന ഒരു അടുപ്പാണ്. പക്ഷേ അതിപ്പോൾ ഒട്ടും കത്തില്ലാണ്ടായി. അതുപോലെ തന്നെ ഏറ്റവും വലിയ അടുപ്പ് ഇതാണ്. അതിൻ്റെ നടുക്കുള്ള ഈ ഒരു ഭാഗം കടുകൊക്കെ പൊട്ടിക്കാനും ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് ചൂടാക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. പക്ഷേ ഈ പുറത്തെ ഭാഗം ഉണ്ടല്ലോ വലിയ അടുപ്പിൻ്റെ, അത് ഭയങ്കര നമ്മൾ ഓണാവും, പക്ഷെ കുറച്ച് നേരം കത്തിക്കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സൗണ്ടോടുകൂടി ഇങ്ങനെ ഒരു പൊട്ടൽ പോലെ ആയിട്ട് അതങ്ങ് ഓഫായി പോകും കേട്ടോ. പിന്നെ ഈ രണ്ടാമത്തെ അടുപ്പ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് എത്ര ഓണാക്കിയാലും ഒന്ന് തീ വരുമെങ്കിലും അപ്പം തന്നെ കെട്ടുപോകും കേട്ടോ. പിന്നെ ഇതുപോലത്തെ അടുപ്പുകളൊക്കെ ഉപയോഗിക്കണവരുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയണതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ അടുപ്പിൻ്റെ ഈ ഇരുമ്പ് പോലത്തെ ഭാഗവും ഈ അലൂമിനിയത്തിൻ്റെ ഭാഗവും തമ്മിൽ കണ്ടോ ലെവൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേർത്ത് വെച്ചാൽ ഇപ്പോൾ ഒട്ടും കത്തൂലാതെ വന്നു. ഈ ഒരു ഗ്യാപ്പ് ഇട്ടോ, മറ്റേ മുമ്പ് നമ്മൾ വാങ്ങിയ സമയത്ത് ഇതിങ്ങനെ ഫില്ലായിട്ടായിരുന്നു ഇരുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. നമ്മൾ സർവീസ് സെൻറ്ററിൽ നിന്ന് വിളിച്ചു, അവർ വന്ന് നോക്കിയപ്പോൾ പറഞ്ഞു ഇതിന് ഒട്ടും പറ്റില്ല, പുതിയ ബർണർ തന്നെ വാങ്ങണമെന്ന്. അപ്പോൾ ബർണറിന് നല്ല റേറ്റ് വരും. 3 ബർണറിനോട് കൂടി ഏകദേശം 6000-ൻ്റെ ഒക്കെ അടുത്താണെന്ന്, കറക്റ്റ് കണക്കല്ലാട്ടത്. എന്നാലും നല്ല റേറ്റ് വരും. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ പുതിയ അടുപ്പ് വാങ്ങാൻ തീരുമാനിച്ചത്. പിന്നെ ഈ സൈഡിൽ നിന്ന് ഹോൾസ് വരുന്ന ബർണർ ഉണ്ടല്ലോ, അതിന് ചൂട് കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അറിയില്ല, ഞാനിപ്പോൾ ഈ പുതിയ അടുപ്പ് വാങ്ങിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു വ്യത്യാസം കൂടുതൽ തോന്നിയത്. പിന്നെ നമ്മുടെ വർക്ക് ഏരിയയിൽ ബട്ടർഫ്ലൈയുടെ അടുപ്പാണ്, അതിനൊക്കെ ഈ ഇതുപോലത്തെ ബർണറാണ്. ഇതിൻ്റെ ഹോൾസ് ഉണ്ട് മുകളിലായിട്ടാണ്. സൈഡിൽ വരുന്നതാകുമ്പോൾ വെള്ളം തിളയ്ക്കാനും സവാളയൊക്കെ വഴട്ടുമ്പോഴാണെങ്കിലും സമയം എടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പെട്ടെന്നായി കിട്ടുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് ഇതുപോലത്തെ സാധാ ബർണറിൻ്റെ അടുപ്പിൽ വയ്ക്കുമ്പോഴാണ് കേട്ടോ. ഇനി മറ്റുള്ളവരുടെ കാര്യം അറിയില്ല. അതുപോലെ തന്നെ ഇത് നമ്മുടെ പ്രസ്റ്റീജ് വെക്ടറുടെ ഫ്രെയിമാണ്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ സാധാ ബട്ടർഫ്ലൈ സാധാ എല്ലാ കുറഞ്ഞ അടുപ്പിൻ്റെയും പോലെ തന്നെ പെയിൻ്റൊക്കെ അടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ പെയിൻറ്റിങ് പോകുമ്പോൾ മിക്കവാറും തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ.
പക്ഷേ എനിക്കെന്തായാലും അടുപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, മൊത്തത്തിൽ പുതിയ അടുപ്പ്. അതുപോലെ തന്നെ ഈ അടുപ്പിൻ്റെ സ്വിച്ചിൻ്റെ കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. ഇതിൻ്റെ ഈ ഷേപ്പ് വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ കുറച്ച് പാടുണ്ട്. നമ്മൾ റൗണ്ടിലുള്ള സ്വിച്ചുകളൊന്നും തിരിക്കുന്ന അത്ര എളുപ്പമല്ല കേട്ടോ. എളുപ്പമല്ല വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ ഇത് നമ്മൾ നോക്കിയും കണ്ട് ഉപയോഗിച്ചില്ലെങ്കിൽ പെട്ടെന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. പിന്നെ ഇത് നമ്മുടെ കുച്ചിനയുടെ നമ്മൾ ഈ അടുപ്പ് വച്ച സമയത്തുള്ളൊരു ഫോട്ടോയാണ് കേട്ടോ. സത്യത്തിൽ ഇത് മാറ്റിയതിൽ ഭയങ്കര സങ്കടമുണ്ട്. ഇതിൻ്റെ ലുക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ബർണർ മാറ്റി ഇടുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഈ അടുപ്പ് കുഴപ്പമില്ല. പക്ഷേ എന്നിരുന്നാലും ഭക്ഷണം പാകം ചെയ്യുമ്പോൾ എളുപ്പത്തിലായി കിട്ടുന്നത് ഈ കുച്ചിനേക്കാൾ കൂടുതൽ എനിക്ക് പ്രസ്റ്റീജിൻ്റെയും അതുപോലെ തന്നെ ബട്ടർഫ്ലൈയുടെയൊക്കെ അടുപ്പായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കല്ലേ.